ഞാൻ ഫാദർ ആൽബിൻ. ഞാൻ സെൻറ് മേരീസ് ചർച്ച് ബസവനഗർ കക്കദാസ്പുര ചർച്ചിലെ അസിസ്റ്റന്റ് വികാരിയാണ്. ഇവിടെ നാളെ നടത്തപ്പെടാൻ പോകുന്നത് ക്രിസ്മസിൻ്റെ മെഗാ കരോളാണ്. അതിൻ്റെ എന്തൊക്കെ പ്രിപ്പറേഷനാണ് നടക്കുന്നത് നമുക്ക് നോക്കിയാലോ. വരും. ഇവിടെയാണ് കരോൾ ഗാന മത്സരം ഇന്ന് നടക്കപ്പെടാൻ പോകുന്നത്. നമുക്ക് ഇവിടെയോട് ചോദിക്കാം എന്താണ് ഇവിടെ നടക്കുന്നത്. ഹലോ, എന്താണ് പരിപാടി ഇന്ന്? ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാണ്. അടിപൊളി. ആൻഡ് ഹിയർ there will be carol singing competition for our church. യെസ്. എത്ര ടീംസ് ഉണ്ട് ഇതിനകത്ത്? There are 11 teams. ഓ, വെരി ഗുഡ്. അപ്പോൾ ഇവർ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഡിസ്റ്റർബ് ചെയ്യണം. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. മെഗാ കരോളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന 1 ഹോഴ്സ് ഓപ്പൺ സ്ലേ എന്ന് പറയുന്ന സ്ലേ ആണിത്. ഇവിടെ നമുക്ക് ചോദിക്കാം ഇവരോട് എന്തൊക്കെയാണ് നടക്കുന്നത്. ജൻസേട്ടാ, എന്നാ നടന്നു? ഇവിടെ ക്രിസ്മസിന്റെ അടിപൊളി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ഇതാണ് മെയിൻ ആർട്ടിടെക്. ഓളിച്ചേട്ടാ, എന്നാ പറയാനുള്ളത്? എന്താ പറയുന്നേ, പിള്ളേർക്ക് വേണ്ടിട്ട്. ഓ, ഓക്കെ. വരും തലമുറയ്ക്ക്. യെസ്. ഇതിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ. ബെനിസേട്ടാ, ഇതിന്റെ പ്രത്യേകത എന്താ? നാളെയല്ലേ നമ്മുടെ മെഗാ കരോൾ. അതെ, 100ലധികം മലാഖമാരും 100ലധികം രാജാക്കന്മാരുമാണ് നിൽക്കുന്ന മെഗാ കരോൾ. ഓക്കെ, ബിജേട്ടാ, എന്തൊക്കെ പ്രത്യേകത വേറെ ഉള്ളത്? പിന്നെ നക്ഷത്രങ്ങളും ആട്ടിടയന്മാരും എത്ര ഉണ്ട്? 100ഓളം ആട്ടിടയന്മാരും പിന്നെ 100ഓളം നക്ഷത്രങ്ങളും. ഓക്കെ. ഒരു 200-250 പാപ്പാമാരും. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ഈ എല്ലാ വർഷവും ചെയ്തു വരുന്നതാണ്. ഈ വർഷം അടിപൊളിയാക്കാൻ വേണ്ടി നമ്മൾ മെനക്കെടുന്നു. അടിപൊളി, അടിപൊളി, അടിപൊളി. ചേട്ടാ, വേറെ എന്തൊക്കെ പ്രത്യേകത ഉള്ളത്? ഇതില് 100ഓളം ബെല്ലുകളും 100ഓളം സ്റ്റാറുകളും ഉണ്ട്. ഓക്കെ. അതിന്റെ ചേട്ടാ, എന്തൊക്കെ പ്രത്യേകത വേറെ ഉള്ള ഇവിടെ? ഇവിടെ ലൈവ് ക്രിബ്, 100ഓളം മേരിമാരും 100ഓളം ജോസഫുമാരും ഉണ്ടായിരിക്കും. ഓ, 100ഓളം ജോസഫും 100ഓളം മേരിമാരും ഉണ്ടായിരിക്കും. അടിപൊളി. തിരക്കിലാണെന്നറിയാം, എന്നാലും ചോദിക്കുകയാണ്, ഇതെങ്ങനെ സാധനം നിർമ്മിച്ചേ ഒന്ന് പറയാമോ? ഇത് ഈ സ്ലേവ് ഉണ്ടാക്കാൻ മാത്രം, ഫ്രെയിം വർക്ക് മാത്രം നമ്മൾ CNC മെഷീനിൽ കട്ട് ചെയ്തു. ഇത് ചെയ്യാനായിട്ട് 18 ഡേയ്സിന് മുകളിലെടുത്തു. പിന്നെ പെയിന്റിങ് എല്ലാം ചേർത്ത് അത്രേ എടുത്തോളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ, ബിജു, ജെൻസൺ, ആശിഷ്, ജിജി, ബെന്നിസ്, ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. അതെ, 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 അതെ. അപ്പൊ ഇവിടെ കൂട്ട പരിശ്രമമാണ് ഇങ്ങനെ ഒരു രഥം ഇവിടെ ഇവിടെ ഒരു സ്ലേ റെഡിയായി അല്ലേ? യെസ്. നമ്മുടെ സ്ലേ വലിക്കാൻ വേണ്ടി ഒരു ജീപ്പ് വേണമല്ലോ. ഇത് വില്ലീസ് മോഡലിലുള്ള ഏകദേശം ഒരു 75 വർഷം പഴക്കമുള്ള ഒരു എന്തും വലിച്ചോണ്ട് പോകുന്ന ഒരു വണ്ടിയാണ്. ഇതാണ് നമ്മുടെ സ്ലേ വലിക്കുന്നത്. ഓക്കെ. ഇത് ഈ ലാൻഡിന്റെ ഓണറാണ് കേട്ടോ. നമ്മൾ ആളുടെ നിന്നാണ് നമ്മൾ ഈ സ്ഥലമൊക്കെ വാങ്ങിയത്. ആളൊരു ഹാപ്പി ക്രിസ്മസ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പറയാമോ? Happy Christmas for all of them. 8 വർഷമായിട്ട് ഈ കരോള്, മെഗാ കരോൾ നടക്കപ്പെടുന്നത് ഡേവിസ് പാനാടച്ചൻ ഇവിടുത്തെ വികാരിയച്ഛന്റെ നേതൃത്വത്തിലാണ്. നമുക്ക് വികാരിയച്ഛനോട് തന്നെ നേരിട്ട് ചോദിക്കാം ഇതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം. ഏറ്റവും പ്രിയമുള്ളവരെ, സെന്റ് മേരീസ് ചർച്ച് ബസവനഗർ കക്കദാസ്പുരയിലെ മെഗാ കരോൾ 2016 ആരംഭിക്കുന്നത്. കോവിഡിന്റെ 2 കാലഘട്ടം ഒഴിച്ച് 2 വർഷം ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും മെഗാ കരോൾ ഇവിടെ നടത്തുന്നുണ്ട്. അതെന്റെ മനസ്സിൽ ഇത് ചെയ്യാൻ കാരണം, ഇടവക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയതയുടെ ഒരു സ്ഥലം മാത്രമല്ല, കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൻ്റെയാണ്. അപ്പം ഇങ്ങനെ ചിതറിക്കടന്നിരുന്ന ഒരു ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവർക്ക് ആക്ടിവിറ്റീസ് ഉണ്ടാകണം. ഒരുപാട് സുപ്രധാന മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് അവരൊക്കെ. എങ്കിലും ഇടവകയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ നല്ല മനസ്സുള്ള ആളുകളെ ഒരുമിച്ച് ചേർത്ത് ക്രിസ്മസിന്റെ സന്ദേശം ഇവിടെയുള്ള നാനാജാതി മതസ്ഥർക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയ വേദി എന്താണെന്ന് നോക്കിയപ്പോൾ ഈ മെഗാ കരോൾ മനസ്സിൽ രൂപം കൊണ്ടു. ഈ വർഷം 2023 മെഗാ കരോൾ ഇടവകയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഇതിന് പ്രവേശനം കിട്ടിയിരിക്കുകയാണ്. അവര് നാളെ നടക്കുന്ന 2023 ഡിസംബർ 17 നടക്കുന്ന മെഗാ കരോൾ അവർ വിലയിരുത്തും. എന്നിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഇതിന് പ്രഥമ സ്ഥാനം കിട്ടുമോ എന്ന് അവർ നിശ്ചയിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ മനോഹരമായ ഊർജമായ തരത്തിൽ എല്ലാ 11 കുടുംബ സമ്മേളന യൂണിറ്റുകളും ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നാളെ അത് വൈകുന്നേരം 6 മണി മുതൽ 7:30 വരെ സമയത്ത് ഇവിടെയുള്ള 2 കിലോമീറ്റർ ദൂരം ഞങ്ങൾ യാത്ര ചെയ്ത് ക്രിസ്മസിന്റെ സന്തോഷം എല്ലാവർക്കും പകർന്നു കൊടുത്ത് സാന്താക്ലോസ് ഇവിടെ ചോദിക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ സമ്മാനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഉത്സവം ഈ
പ്രദേശത്ത് ഉത്സവമായിട്ട് മാറാൻ മെഗാ കരോൾ തയ്യാറെടുക്കുകയാണ്. ക്രിസ്മസ് സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന്റെ മനുഷ്യന് വേണ്ടിയുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് തന്റെ മകൻ ക്രിസ്തു ഉണ്ണിയായി പിറന്നത്. നമ്മൾ ഓരോരുത്തരെയും ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടത് മറ്റു മനുഷ്യർക്ക് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ സമ്മാനങ്ങളായി തീരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കഴിയുന്ന ഒരു ക്രിസ്മസ് നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ചുറ്റിനുള്ള കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, അതുപോലെ നമ്മുടെ ചുറ്റിലും താമസിക്കുന്ന എല്ലാവരുടെയും സമ്മാനങ്ങളായിട്ട് മാറാൻ എനിക്ക് കഴിയുന്നിടത്ത് ഉണ്ണീശോ പിറക്കും. നമുക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേരും. നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും. ഇനി ഇതിൻ്റെ മെഗാ കരോൾ നടക്കുന്നത് അടുത്ത ദിവസമാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ്റെ അവസാന ഭാഗങ്ങൾ നമ്മൾ എത്തി നിൽക്കുകയാണ്. 100ഓളം മാലാഖമാർ, 100ഓളം രാജ്ഞിമാർ, 100ഓളം പാപ്പാന്മാർ, 100ഓളം ജോസഫ്മാർ, മേരിമാർ, ട്രീ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ഏകദേശം 1500 ഗിഫ്റ്റുകൾ നമ്മൾ വഴി കാണുന്ന, കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികൾക്കും കൊടുക്കുന്നുണ്ട്. അത് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ വീഡിയോ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഉണ്ണീശോ നിങ്ങളുടെ ഹൃദയങ്ങളിലും പിറക്കട്ടെ. ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. വിനയമുള്ള ഹൃദയങ്ങളിൽ, പുൽക്കൂടോളം വിനയപ്പെടുന്ന ഹൃദയങ്ങളിലെല്ലാം ക്രിസ്തു ജനിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിലും ദൈവം ക്രിസ്തു ജനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.